ഹലോ മക്കളെ, 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ പ്ലസ് വണ്ണിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാവരുടെയും ഇപ്പോൾ അഡ്മിഷനൊക്കെ തന്നെ തിരക്കിലാണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ നമ്മൾ ഒരിക്കലും നമുക്ക് ലേറ്റ് ആക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ നമ്മുടെ പഠനം ഇപ്പോൾ തന്നെ ആരംഭിക്കണം. ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമ്മൾ നേരത്തെ പഠനം ആരംഭിക്കണം? സ്കൂളെല്ലാം തന്നെ ആരംഭിക്കാൻ വേണ്ടി ഒരുപാട് സമയമുണ്ടല്ലോ. ഏകദേശം ജൂൺ മാസം പകുതി കഴിയും സ്കൂൾ ആരംഭിക്കുമ്പോൾ. അപ്പോൾ പഠനം ആരംഭിച്ചാൽ പോരെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അവിടെയാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന കണക്കുകൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് കേൾക്കേണ്ടത്. എക്കാലം ഒന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് കുറയുമോ? സമയം പഠിക്കാനുള്ളത് കുറഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് ഒരിക്കലും കുറയുന്നതല്ല. NCERT ബുക്കിനകത്ത് 14 പാഠം നമുക്ക് എന്താണ്, മാത്സിനകത്ത് ഗംഭീരമായ 14 പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾക്കുണ്ട്. ആ കാണുന്ന 14 പാഠം പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് NCERT പറയുന്നത് 1 അക്കാദമിക് ഇയർ, വിച്ച് മീൻസ് ജൂൺ 1 മുതൽ അടുത്ത മാർച്ച് 30 വരെയാണ് സമയം പറയുന്നത്. സോ ഈ കാണുന്ന സമയത്തിനുള്ള സിലബസ് ആണ് NCERT ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡ് ഉണ്ടാക്കിയ കരിക്കുലത്തിൽ പോലും നമുക്ക് എന്താണ് വളരെ വ്യക്തമായിട്ട് ഏതെല്ലാം മാസങ്ങൾ ഏതെല്ലാം പാഠം തീർക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്തുണ്ട്. സോ അതുകൊണ്ട് ജൂൺ മാസം തീർക്കേണ്ട പാഠങ്ങൾ നമ്മൾ എന്താണ് ജൂൺ മാസം തന്നെ തീർത്തിരിക്കണം. സ്കൂൾ ആരംഭിക്കാൻ വേണ്ടി ലേറ്റ് ആവുന്നു, അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ നമ്മുടെ പഠനം ലേറ്റായിട്ട് ആരംഭിക്കാം എന്നൊന്നും തന്നെയില്ല. അതുകൊണ്ടാണ് നമ്മൾ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിനകത്ത് ക്ലാസ്സുകളെല്ലാം തന്നെ നേരത്തെ ആരംഭിച്ചത്. മാത്സിൻ്റെ ആദ്യ പാഠം ആരംഭിച്ചു. സെറ്റ്സ് ഗംഭീരമായിട്ട് നമ്മളത് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളത് ആ സെറ്റ്സിൻ്റെ ബാക്കിയെല്ലാം തന്നെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. മാത്സിനകത്ത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഇന്നലത്തെ സെറ്റ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞിരുന്നു. ആ കാണുന്ന സെറ്റ്സിൻ്റെ ക്ലാസ് ആണ് ഏറ്റവും ബേസിക് ആയ ക്ലാസ്, ഏറ്റവും ബേസ് ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ, ഏറ്റവും ഈസി ആയ ചാപ്റ്ററാണ് പ്ലസ് വണ്ണകത്തുള്ള സെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നീങ്ങുന്തോറും എല്ലാ മക്കളും ഒരുപാട് സമയം പഠനത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ, കാരണം ഗംഭീരമായ പാഠങ്ങളാണ് ഇനി പഠിക്കാൻ വേണ്ടിയുള്ളത്. സെറ്റ്സ് ബോർഡ് എക്സാമിന് 4 മാർക്കാണെങ്കിൽ രണ്ടാമത്തെ പാഠം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ബോർഡ് എക്സാമിന് 7 മാർക്കിനാണ്. മൂന്നാമത്തെ പാഠം എല്ലാ വിദ്യാർത്ഥികളെയും വലയ്ക്കാൻ വേണ്ടി പോകുന്ന ട്രിഗണോമെട്രിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, 10ാം ക്ലാസ് ട്രിഗണോമെട്രി ചിലർക്ക് ബുദ്ധിമുട്ടാണ്, ചിലർക്ക് വളരെ ഈസിയാണ്. പക്ഷേ അതാണ് ഈസിയസ്റ്റ് ട്രിഗണോമെട്രി. പക്ഷേ ഇനി പഠിക്കുന്ന ട്രിഗണോമെട്രിക്കകത്ത് ഒരുപാട് ഫോർമുലാസ്. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ cos 2θ നമുക്ക് എന്താണ് 2 cos square θ minus 1, 1 minus 2 sin square θ, cos square θ minus sin square θ, 1 minus tan square θ divided by 1 plus tan square θ. ഇത്രമേൽ ഫോർമുലയാണ് നമുക്ക് ഒറ്റ cos 2θയ്ക്ക് മാത്രം പഠിക്കാൻ വേണ്ടിയുള്ളത്. ഞാൻ പറഞ്ഞത് ഒരു ഫോർമുല മാത്രം. ഇങ്ങനെ ഒരുപാട് ഫോർമുലാസ് പഠിക്കാനുള്ള വർഷമാണ് നിങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കാണുന്ന ഫോർമുലാസ് പഠിക്കുവാൻ വേണ്ടിയുള്ള സമയം എല്ലാം തന്നെ ഗംഭീരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ട്രിഗണോമെട്രി ബോർഡ് എക്സാമിന് 9 മാർക്കാണെങ്കിൽ പിന്നീട് ഇരുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് 4 മാർക്കും, ലീനിയർ ഇൻഇക്വാലിറ്റി 3 മാർക്കും, പെർമുറ്റേഷൻ കോമ്പിനേഷൻ 7 മാർക്കും എന്നെല്ലാം തന്നെ പോകുന്നു. സോ മാത്സിൻ്റെ ഒരു ആകത്തുകയായിട്ട് പറയുമ്പോൾ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഭാവിയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് 11th മാത്രമല്ല 12th ബാധിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കാം. പെർമുറ്റേഷൻ കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ കാണുന്ന ചാപ്റ്റർ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് 11th തന്നെ മറ്റൊരു ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ പേരാണ് പ്രോബിലിറ്റി. പ്രോബിലിറ്റി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രോബിലിറ്റി നമുക്ക് എന്താണ് ബോർഡ് എക്സാമിന് 7 മാർക്കുണ്ട്, അതുപോലെ പെർമുറ്റേഷന് 7 മാർക്കുണ്ട്, 14 മാർക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം ഒന്നിച്ച് തന്നെ ഇതേ അവരോട് നിൽക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും. സോ ഇത്രമേൽ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങൾ കടന്നു വരുമ്പോൾ, ഒരുപാട് ഭാഗം പഠിക്കാൻ വേണ്ടി വർഷം കടന്നു വരുമ്പോൾ, മാത്സിനകത്ത് 14 പാഠം പഠിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ആ കാണുന്ന 14 പാഠങ്ങളും വലിയ വലിയ പാഠങ്ങളായിട്ട് മാറുമ്പോൾ പഠനം നമ്മൾ നേരത്തെ ആരംഭിക്കുക തന്നെ വേണം. സോ എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് പഠനം ആരംഭിക്കുക. സൈലത്തിൻ്റെ ആക്റ്റീവ് ബാച്ചിലെ ക്ലാസ്സുകളെല്ലാം തന്നെ ഏറ്റവും ഗംഭീരമായി യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈലത്തിൻ്റെ DPP ആയിക്കോട്ടെ എല്ലാം തന്നെ മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അഗ്നി ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും താഴെ കാണുന്ന ഫോൺ നമ്പറായി 9995400800 ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ ജോയിൻ അഗ്നി ബാച്ച്. നമ്മളത് ഒന്നിച്ച് നമ്മൾ +1 ക്ലാസ് തകർത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നു. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് അഗൈൻ ഫ്രം സൈലം ലേണിംഗ്.